ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നോക്കുക, ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അർ റഹ്മാനി റഹ്മാനായ, അർ റഹീമി റഹീമുമായ. അൽഹംദു സർവസ്തുതിയുമാവുന്നത് ലില്ലാഹി അള്ളാഹുവിനിക്കാണ്. എന്തിൻ്റെ മേൽ ഞാൻ അള്ളാഹിനെ സ്തുതിക്കുന്നത്? അലാമ അൻ അമ, അവൻ നമുക്ക് അനുഗ്രഹിച്ച ഒന്നിൻ്റെ മേൽ, അനുഗ്രഹമായി തന്ന ഒന്നിൻ്റെ മേൽ. ആ ഒന്നെന്തിനാൽ? മിനൽ ബയാൻ, ബയാനിനാൽ. ബയാൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ഹൃദയത്തിലുള്ളതിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വടിവത്ത സംസാരത്തിനാണ് എന്ത് പറയുക? ബയാൻ എന്ന് പറയുക. അൽഹമ, അവൻ തോന്നിപ്പിച്ച ഒന്നിൻ്റെ മേലും. എന്താ തോന്നിപ്പിച്ച ഒന്ന്? മിനത്തിബിയാൻ, ഹൃദയത്തിലുള്ളതിനെ വ്യക്തമാക്കുന്ന ലക്ഷ്യത്തിനോടനുബന്ധിച്ച വടിവത്ത സംസാരം. അപ്പോൾ ബയാൻ ദിവാനുള്ള മാറ്റം, ഒന്ന് ലക്ഷ്യത്തിനോടനുബന്ധിച്ചിരിക്കും, ഒന്ന് ലക്ഷ്യം അനുബന്ധിച്ചിരിക്കില്ല. മാറ്റുള്ളൂ ബയാൻ ദിബിയാൻ നമ്മൾ രണ്ടും വടിവത്ത സംസാരമാണ്. അപ്പോൾ സ്വലാത്തു വസ്സലാമു, അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്തും സലാമും അലാ സയ്യിദിന, നമ്മുടെ നേതാവിന് മേലുണ്ടാവട്ടെ. അൽ അനാം, സയ്യിദിൽ അനാം, സൃഷ്ടികളുടെ നേതാവായ. വല ആലിഹി, അവിടുത്തെ ആലിൻ്റെ മേലുണ്ടാവട്ടെ. സ്വഹാബിഹി, അവിടുത്തെ സ്വഹാബത്തിന് മേലുണ്ടാവട്ടെ. അല്ല ഇമ്മത്തി, ഇമാമീങ്ങളായ, മറ്റുള്ളവർക്ക് മാതൃക പുരുഷന്മാരായ. അൽ ആലാം, പർവ്വത തുല്യരായ. പർവ്വത തുല്യർ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിനാകാം. ഉയർന്നവർ എന്ന് അങ്ങനെയാകാം. എല്ലാ വിഷയത്തിലും ഉയർന്നവരാണ് ആര്? സ്വഹാബ. അല്ലെങ്കിൽ പർവ്വത തുല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിലൊക്കെ നാടിൻ്റെ ദിശ മനസ്സിലാക്കിയിരുന്നതും കപ്പൽ യാത്രക്കാർ ദിശ മനസ്സിലാക്കിയിരുന്നതും പർവ്വതങ്ങൾ കണ്ടിട്ടാണ്. അപ്പോൾ ദീൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ് ആര്? സ്വഹാബാക്കൾ, അല്ലേ? അപ്പോൾ അങ്ങനെ ബഅദു ബിസ്മി ഹംദ് സ്വലാത്തു സലാം എന്നിവയ്ക്ക് ശേഷം ഫഹാദായി പറയാൻ പോകുന്നത് ഷർഹുൻ, ഇതൊരു വിവരണമാണ്. ലത്തീഫുൻ, ഒരു ലഘുവായ. അല റിസാലത്തി, ഒരു കുറിപ്പിൻ്റെ മേലുള്ളതായ. നമ്മളെന്തെങ്കിലും തുടങ്ങി വെച്ച തുഫത്തുൽ ഇഖ്വാൻ എന്ന് പറഞ്ഞ കിതാബില്ലേ, ആ കുറിപ്പിൻ്റെ മേലുള്ള. അല്ലത്തി, യാതൊന്നായ കുറിപ്പ്. ജാൽത്തുഹ, അതിനു മുമ്പ് ഞാൻ രചിച്ചിരുന്നു. ഫി ബയാനിൽ മജാസി വ തശ്ബീഹി വൽ കിനായത്തി, മജാസ്, തശ്ബീഹി, കിനായത്ത് എന്നിവയെ വിവരിക്കുന്നതിലായി കൊണ്ട് ഞാൻ മുൻകാലത്ത് രചിച്ചു വെച്ച ഒരു കുറിപ്പുണ്ട്. അതിൻ്റെ പേര് തുഫത്തുൽ ഇഖ്വാൻ എന്നാണ്. അതിൻ്റെ മേലുള്ള ഒരു ഷർഹാണത്. അപ്പം ഞാൻ എഴുതിയ കിതാബിൽ ഞാൻ തന്നെ ഷർഹ ഇതാണ്. യൂലിഹു, ഈ ഷർഹ് വിവരിക്കും, വെളിവാക്കും. മഅനിയഹ, ആ റിസാലൻ്റെ ആശയങ്ങളെ, മഅനകളെ വിവരിക്കും. മാത്രവുമല്ല യഹുല്ലു, അത് കെട്ടഴിക്കും. മബാനിയഹ, അതിൻ്റെ ലക്ഷ്യങ്ങൾ. ആ റിസാലയിൽ പറഞ്ഞ മസ്അലൻ്റെ ലക്ഷ്യങ്ങളൊക്കെ എന്ത് ചെയ്യും? കെട്ടഴിക്കുകയും ചെയ്യും. പിന്നെ ഫഅഖൂലു, ഞാൻ പറയുന്നു. ബില്ലാഹി തൗഫീഖ്, അള്ളാഹിനെ കൊണ്ടാണ് തൗഫീഖ്. എന്ത് പറയുന്നു എന്ന് ഇനി വരും കേട്ടോ. ബിസ്മില്ലാഹി വരുന്നുണ്ട്, അക്കൂലുവിൻ്റെ മക്കൂലിഞ്ഞ് വരുന്നുണ്ട്. എൻ്റെ അടി പറയാം, അത് തരില്ല. ബില്ലാഹി തൗഫീഖ്, അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് തൗഫീഖ്. റാജിയൻ മിൻഹു, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷ വെച്ചവനാ നിലയിൽ. ഐ യസുലുക്ക ബിന, അവൻ നമ്മളെ പ്രവേശിപ്പിക്കലിനെ. ഔഫഅ ത്വരീഖിൻ, വഴികളിൽ നിന്ന് ഏറ്റവും ഉപകാരപ്രദമായ വഴിയിൽ നമ്മളെ പ്രവേശിപ്പിക്കലിനെ പ്രതീക്ഷ വെച്ചവനായ നിലയിൽ ഇതാ ഞാൻ പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹ്. ബിസ്മിൻ ചൊല്ലി, ഹംദുൻ ചൊല്ലി. ഇബ്തദ, ആ മുസന്നിഫ് തുടങ്ങി. ബിഹിമ, ബിസ്മി കൊണ്ട് ഹംദ് കൊണ്ട് തുടങ്ങി. ഹാദിഹി റിസാലത്ത, ഈ കുറിപ്പിനെ. ഇഖ്തിദാഅൻ ബിൽ കിതാബിൽ മജീദ്, വളർമയേറിയ പരിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥത്തിനോട് പിൻപറ്റിയിട്ട്. അത് ഒരാൾ കാട്ടി അങ്ങനെ തന്നെ കാട്ടണതിനാണ് എന്ത് പറയുക? ഇഖ്തിദാ എന്നറിയാം. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ബിസ്മിയാണ്, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം ബിസ്മിയില്ലേ. പിന്നെ എന്താ എഴുതിയത്? അൽഹംദുലില്ലാഹിയാണ് ഖുർആൻ അള്ള പറഞ്ഞത്. ഞാനും അങ്ങനെ തന്നെ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ്. പിന്നെ അമലൻ, ഞാൻ പ്രവർത്തിച്ചതിന് വേണ്ടി. ബി ഹദീസൈ, രണ്ട് ഹദീസുകളെ കൊണ്ട്. അൽ ബസ്മലത്തി വൽ ഹംദലത്തി, ബിസ്മിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഹംദിനെ ചർച്ച ചെയ്യുന്നതുമായ രണ്ട് ഹദീസുകളുണ്ട്. ആ ഹദീസുകൾ നമ്മൾ ചെയ്തതിന് വേണ്ടി. ഹദീസൈനി എന്നുണ്ട്. അതിന് സിനാൻ്റെ നൂനി ഇതാത്ത് ചെയ്തപ്പോൾ പോയതാണ്. ഏതാണ് ആ ഹദീസ്? അൽ മഅലൂമൈനി, അറിയപ്പെട്ടതായ. കാരണം ഞാനിവിടെ എഴുതേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയും ആ ഹദീസ്. എന്താ ഹദീസ് അറിയോ? കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഹുവ അഖ്തഉ. ഒരു ഹദീസ്. വേറെ ഹദീസ് ഉണ്ട്, കുല്ലു അംരി ദീ ബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിൽ ഹംദിലില്ലാഹി ഫഹുവ അജ്ദമു.
ബിസ്മിയോട് തുടങ്ങാത്തത് വർക്കത്തില്ലാത്തതാണ് എന്നും ഹംദോ തുടങ്ങാത്തത് വർക്കത്തില്ലാത്തതാണോ എന്ന് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ രണ്ടും അള്ളാഹ് റസൂൽ പറഞ്ഞു. മനസ്സിലായില്ലേ? ബിസ്മിയോട് തുടങ്ങിയില്ലെങ്കിൽ ബർക്കത്ത് ഉണ്ടാവില്ല, ഹംദോട് തുടങ്ങിയില്ലേലും ബർക്കത്ത് ഉണ്ടാവില്ല. ഏതൊരു മുഖ്യമായ വിഷയം എന്നുണ്ട്. അവൻ്റെ കിതാബ് തുടങ്ങിയ മുഖ്യമായ വിഷയമല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് രണ്ടുമാണ് എഴുതി തിരക്കൽ. അതാ ഒമിൻ തമ്മ ഈ രണ്ടുകൊണ്ടും അമൽ ചെയ്തവനാകാൻ വേണ്ടിയിട്ടാണ് തറക്ക മുസന്നിഫ് ഉപേക്ഷിച്ചു അൽ ആത്തിഫ, ആത്തിഫിൻ്റെ അർഫനെ അടക്ക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വാ അൽഹംദുലില്ലാഹ്. വാവ് എടുത്തില്ലല്ലോ, വാവില്ല. എന്തിനാ ഒഴിവാക്കിയത്? തംബീഹൻ, ഉണർത്താൻ വേണ്ടി. അല അന്ന കുല്ലം മിൻഹുമ, നിശ്ചയമായിട്ടും ഹംദ് ബസ്മലത്തിൽ നിന്നുള്ള രണ്ടും മക്സൂദും ഇബ്തിദാഅ്, തുടങ്ങൽ കൊണ്ട് മക്സൂദാണ്, ഉദ്ദേശിക്കപ്പെട്ടതാണ് എന്ന് പിന്നെ ഉണർത്താൻ വേണ്ടിയാണ് ഞാൻ ഏതാണ്ട് ഒഴിവാക്കി, വാവ് കണ്ട് ഒഴിവാക്കി. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതാം. അതിന് മുമ്പ് ഒന്നുകൂടി പറയാനുള്ളത്, നമ്മളാ ആദ്യം പറഞ്ഞ മത്തിന് ഒന്നും കൂടി റെഡിക്ക് ആവർത്തിച്ച് പഠിച്ചെങ്കിലേ ഇനി വരാൻ പോകുന്ന ഷറഹ് തിരിയുള്ളൂ. അതിനാണ് ആദ്യം മത്തിന് കുറച്ച് ചോദിച്ചത്. ആ മത്തിന് റെഡിക്ക് ഹിഫ്ള് വീണ്ടും പഠിച്ച് ഹിഫ്ളാക്കണം, എന്നെങ്കിലേ ഇനി വരാൻ പോകുന്ന ഈ വിഷയം ചർച്ച, ഈ ഷാരിഹിൻ്റെ ഷറഹിൻ്റെ ചർച്ച മനസ്സിലാവുള്ളൂ. ഓക്കെ.